വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് പനിയുണ്ട്, അതുകൊണ്ട് സൗണ്ടിൽ ലേശം മാറ്റം ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ബസർ. യെസ്, ഇതാണ് ബസർ. ഇതൊരു വാർണിംഗ് സൗണ്ടിനെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ. LED ഇത് ഞാൻ ബാറ്ററി ഇട്ടിട്ട് കാണിച്ചു തന്നതാണ്. പിന്നെ സ്വിച്ച്, LED സ്ട്രിപ്പ്, മോട്ടറിൻ്റെ റൗട്ടർ, അല്ല മോട്ടറിൻ്റെ ലീഫ്, പിന്നെയോ ബാറ്ററി 9 വോൾട്ടിൻ്റെ ബാറ്ററി അല്ലേ. പിന്നെ ഒരു ഇത് കണക്ട് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഇത് കണക്റ്റിംഗ് വയേഴ്സ്. ഇനി ഇതിൻ്റെയൊക്കെ സിമ്പിൾസ് പഠിക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതെങ്ങനെയാണ് സർക്യൂട്ട്. ഇതാ ബാറ്ററിയിൽ നിന്ന് സ്വിച്ച് വഴി ഒന്നിലാണ്ട് സ്വിച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്വിച്ച് വഴി എന്ത് ചെയ്ത് മോട്ടറിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾഡർ ചെയ്തിട്ടാണ് കാണിച്ചതല്ലേ. ഇത് ഒരുത്തർ ഫിക്സ് ചെയ്യാൻ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ബസറിൻ്റെ ഒരു വീഡിയോവും പിന്നെ ഒരു മോട്ടർ ഇങ്ങനെ തീപ്പെട്ടി കൊണ്ട് വരെയെന്ന്, പിന്നെ ഒരു ജലചക്രം പോലെ ഉണ്ടാക്കുന്ന രൂപത്തിൽ അവിടെ മാജസ്റ്റിക് കൊടുത്തിട്ട് പിന്നെ നല്ല രസമുണ്ട് കാണാൻ. ചെയ്താൽ അത്രത്തോളം പെർഫെക്ഷൻ നമുക്ക് കിട്ടുമെന്നറിയില്ല, എന്തായാലും ചെയ്ത് നോക്കുക. ടോപ്പ് പാർട്ടിൽ ഇതേ കാണാം. അത് ചെയ്യുന്ന കാര്യം കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് ടൂൾസാണ്. കട്ടിംഗ് പ്ലെയർ, ഇത് കട്ട് ചെയ്യാനും ഇത് സ്ട്രിപ്പ് ചെയ്യാം. പിന്നെ സ്ട്രിപ്പർ, ഇത് സ്ട്രിപ്പ് ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ ടെസ്റ്ററും വേറെയാണ്. ടെസ്റ്റർ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കില്ല, നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ഓണാക്കിയിട്ട് പ്ലഗിൻ്റെ ഉള്ളിൽ കുത്തിയാൽ ഇവിടെ ഇങ്ങനെ കത്തും. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതെന്താണ്, ഇത് ഇൻസുലേറ്റഡ് ആണ് അല്ലേ. ഇത് മെറ്റലായതുകൊണ്ട് ഇത് കണ്ടക്ടറാണ്. ടെസ്റ്ററിൻ്റെ ഉപയോഗം ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. ഇനി ഈ സിമ്പിൾസ് ഒന്ന് പഠിക്കണം കേട്ടോ. കണ്ടക്റ്റിംഗ് വയറിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു വരി. സ്വിച്ചിൻ്റെ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇത് എന്ത് സ്വിച്ചാണ്, പിന്നെ ഓഫായിട്ടാണുള്ള സ്വിച്ച്. കണ്ട ഇവിടെ 0-ലാണ് ഓഫ്. ഈ ലൈൻ വരയില്ലേ, അവിടെയാണ് ഓൺ വരിക. ഇതിൻ്റെ സിമ്പിൾ ഇതിപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ. ഇത് ക്ലോസ്ഡ് അല്ല, ഇത് ഓപ്പൺ ആണ്. ഇത് ക്ലോസ്ഡ് ആണ്. സ്വിച്ച് ഓൺ ആക്കിയാൽ ക്ലോസ് ആവും സർക്യൂട്ട്. സെല്ല് നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇനി നമ്മൾ ബാറ്ററി ആണെങ്കിലോ രണ്ടിൽ കൂടുതലോ സെല്ലുകൾ ഇങ്ങനെ വെച്ച ഒരു ഡിവൈസ് എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ തൽക്കാലം ഇവിടെ എന്തുണ്ട്, രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ബൾബ് നമ്മളിങ്ങനെയാണ് മാർക്ക് ചെയ്യുക കേട്ടോ. ബൾബിനെ ശ്രദ്ധിക്കും. ബൾബ് നമ്മളിങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇത് കത്തുന്ന ബൾബാണെങ്കിൽ ഇത് അതിന്മേൽ എന്തുണ്ടാവും, ഗ്ലോയിങ്ങിൻ്റെ ഒരു ചെറിയൊരു ചിഹ്നം കാണണം. നമ്മുടെ സൂര്യനെല്ലാം വരയ്ക്കും. നേരത്തെ സൗണ്ട് ഉണ്ടാക്കുന്ന ബസറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബസർ ഇങ്ങനെയാണ് വരയ്ക്കുക. നമ്മളെ മോട്ടറില്ലേ, നമ്മൾ ഫാൻ ഉണ്ടാക്കിയ അതിങ്ങനെ വരയ്ക്കുക. LED കണ്ട, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇത് ഡയോഡിൻ്റെ ഒരു സിമ്പലാണ്. ഡയോഡിൻ്റെ സിമ്പൽ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയോഡ് ഇങ്ങനെ വരയ്ക്കുക, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇതെന്താ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഈ ചാർട്ട് നോക്കിയാൽ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി പറ്റും. പ്രിയമുള്ള കൂട്ടുകാരെ, ആ ഒരു ടേബിൾ നോക്കിയാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്താണ്, എ എന്താണ്, അൺലിറ്റ് ബൾബാണ്, കത്താത്ത ബൾബാണ് അല്ലേ. ബി എന്താണ്, സെല്ലാണല്ലേ, ബാറ്ററി അല്ല. സി എന്താണ് ഇവിടെ ഉള്ള ഫസ്റ്റ് സർക്യൂട്ട് 1-ലാണ് പറയുന്നത്. സർക്യൂട്ട് 1-ൽ സി എന്താണ്, സർക്യൂട്ട് 1-ൽ സി സ്വിച്ചാണ്. പക്ഷേങ്കിൽ അതെന്താണ്, ഓഫാണ് അല്ലേ. ഓഫായാൽ എന്ത് സർക്യൂട്ടായിരിക്കും, ഓഫായാൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഈ ലൈന് വരച്ച പോലത്തത് കണ്ടക്റ്റിംഗ് വയേഴ്സാണ്. സർക്യൂട്ട് 2-ൽ ഇത് നോക്കൂ, ബൾബ് കത്തുന്നുണ്ടല്ലേ, ഗ്ലോയിങ് ബൾബ്. ഇതെന്താണ്, ഇത് സെല്ലാണ്. സ്വിച്ച് ഓൺ അല്ലേ, സ്വിച്ച് ഓൺ ആണ്. ഇത് ബാക്കിയുള്ള ഡി കണ്ടക്റ്റിംഗ് വയേഴ്സാണ്. കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണെങ്കിൽ ഇത് എന്ത് സർക്യൂട്ടാണ്, രണ്ടാമത്തെ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അടുത്തത് നിങ്ങളോട് പറഞ്ഞ ഒരു എമർജൻസി മേക്ക് ചെയ്യാൻ ഒരു LED സ്ട്രിപ്പ് വേണം. ഒരു സ്വിച്ച് വേണം, ഒരു ബാറ്ററി വേണം, കണ്ടക്റ്റിംഗ് വയേഴ്സ് വേണം. ഇതൊരു സെറ്റായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ മോട്ടറും ലീഫും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡായിട്ട് PVC പൈപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ജാറില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ജാർ ഉപയോഗിക്കുക. ഒരു ബോട്ടിൽ, 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് കൊണ്ടുവരിക. ഇപ്പം വേണ്ട, എക്സാം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എഫിഷ്യൻസി ഉണ്ടോ നോക്കണം, അട്രാക്റ്റീവ്നെസ് അല്ലേ, കാണാൻ നല്ല മുഞ്ചുവാണ്, ഡ്യൂറബിലിറ്റി അല്ലേ, കുറേ കാലം എത്തണം അല്ലേ. ഇവിടെ കണ്ട കൈവച്ച് നോക്കിയാൽ വലിയ ഷോക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ പണ്ട് ബാറ്ററിയിൽ ഇങ്ങനെ നക്കി നോക്കിയാൽ ചെറിയൊരു തെരുപ്പ് ഉണ്ടായാലുണ്ട്. അതല്ലാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫേസ് ഭാഗത്തുനിന്ന് ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും. അതാ ഞങ്ങളോട് പറഞ്ഞത്, കറണ്ടിൽ ഒന്ന് കളിക്കറ്, ബാറ്ററിയിലാണ് കളിക്കാം. ബാറ്ററി വെറും 9 വോൾട്ടാണ്. നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി, ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി എത്രയായിരിക്കും, 230 വോൾട്ടായിട്ടാണ് നമ്മുടെ മീറ്ററിൽ വരുന്നത്. ഫ്യൂസിൻ്റെ കാര്യവും മെയിൻ സ്വിച്ചിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞതാണല്ലേ. ഫ്യൂസിൽ ഉപയോഗിക്കേണ്ട വയർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലെഡാണ്. നമ്മൾ ഈ സോൾഡർ ചെയ്യും ഉപയോഗിച്ച ലെഡും വേറൊരു കാര്യം കൂടി കൂട്ടിയിട്ടുള്ളൊരു സാധനം. പെട്ടെന്ന് കത്തിപ്പോണം. നമ്മൾ കോപ്പറാണ് ഉപയോഗിക്കുന്നത്, അധികം ഉപയോഗിക്കാറ് 3 പീസായിട്ട് എടുക്കാം. എന്നിട്ട് മെയിൻ സ്വിച്ച് താത്തിയാൽ കറണ്ട് ഓഫാവും.
അപ്പോൾ ഇതെന്താണ് കണ്ട 9 വോൾട്ട് ആണ് നമ്മളെ ബാറ്ററീൻ്റെ വീട്ടിൽ വരുന്നതോ 230 വോൾട്ട്. ഇത് എത്ര മടങ്ങാണ്? യെസ്, നിങ്ങൾ മടങ്ങും പാർട്ട് മാത്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്, ഏകദേശം 25 ടൈംസ് 9നേക്കാൾ 25 ടൈംസാണ് 230 എന്ന് പറയുന്നത്. 239 ആണെങ്കിലോ 1/25 ഭാഗമാണ് അല്ലേ? 1/25 പാർട്ടാണ് അല്ലേ? പാർട്ടും ടൈംസും നിങ്ങൾ പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീട്ടിലെ ലൈൻ വന്ന് കളിക്കറ്, ചെറിയ ചെറിയ ബാറ്ററി ഉപയോഗിച്ചിട്ട് സർക്യൂട്ട് കളിക്കാവുന്നുള്ള. അപ്പോൾ എന്താണ് ഇനി ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്? നമ്മളെ ബോഡിയിൽ എന്തുണ്ട് നമുക്കറിയാം, വാട്ടർ ഉണ്ട് അല്ലേ? ജീവിക്കുന്ന സെല്ലുകളാണല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വാട്ടർ കണ്ടക്ടറാണ് നമ്മുടെ ബോഡി, അതുകൊണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, ഇലക്ട്രിക് സർക്യൂട്ടിൽ അൺഇൻസുലേറ്റഡ് ഭാഗം ഒന്ന് തൊടയാൻ നിൽക്കണം. അൺഇൻസുലേറ്റഡ് ഭാഗം തൊട്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഷോക്ക് അടിച്ചാൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ സിവിയർ ആയിട്ട് ബേൺ ചെയ്യും. ഇനി അതല്ലേ കുറച്ചും കൂടി നന്നായിട്ട് അടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാം. കാർഡിയാക് അറസ്റ്റ് മരണത്തിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ നമുക്ക് അടുത്ത ഇനി നമുക്ക് ഷോക്ക് അടിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ ഏതാണെന്ന് നോക്കിയാട്ടെ. നമ്മൾ ഇൻസുലേറ്ററും കണ്ടക്ടറും പഠിച്ചല്ലേ? യെസ്, ഞാൻ ശരിയിട്ടതൊക്കെ ശരിയാണോ നോക്കിയാൽ ഈ ശരിയിട്ട സിറ്റുവേഷനിലൊക്കെയും ഷോക്ക് അടിക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കണേ. യെസ്, ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ, നീന്താൻ പോയപ്പോൾ എന്ത് ചെയ്തു, മിന്നലടിച്ചപ്പോൾ വെള്ളത്തിൽ നിന്ന് ചെറുങ്ങനെ കാല് തെരുത്തു പോയിന്ന്. ലൈറ്റ്നിങ്ങിൽ എന്തുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലേ? നല്ല പവർഫുൾ ഇലക്ട്രിസിറ്റിയാണ്. നമ്മളെ എർത്തിലേക്ക് ക്ലൗഡിലേക്ക് എന്ത് ചെയ്യുമോ, ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുമോ, ക്ലൗഡിൽ നിന്ന് എർത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. മിന്നലേറ്റ് മരിച്ചു എന്നൊക്കെ കാണില്ലേ, അല്ലാണ്ട് മിന്നൽ പുരളി ഒരാവുന്നില്ലേ? യെസ്, ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈൻ ഇങ്ങനെ ഷോക്ക് അടിച്ച് കിടക്കുന്നുണ്ട്, വേറൊരു ചങ്ങായി രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. യെസ്, നമ്മളെ ഇവിടുന്ന് ഒരു പെല വീണിട്ട് എന്ത് ചെയ്ത് കറണ്ട് അങ്ങ് പോയി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. ഓരോ വിളിച്ച് ഓവർസിയറെ വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞു, ഫീസ് വലിക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ അടുത്തൊരു ഫീസ് ഉണ്ടാവും, വലിയ ആൾക്കാരെ വലിക്കാവും. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യൂല, ലൈന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല. മൊത്തം കണ്ടക്റ്റിംഗ് വയറാണല്ലോ, ഇൻസുലേറ്റഡ് വയറല്ലല്ലോ നമ്മളെ കറണ്ടിൽ ഉപയോഗിക്കുന്നത്, നമുക്കറിയാലോ. പിന്നെയോ ഷോക്ക് അടിച്ച ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് എന്ത് ചെയ്യണം, ഡിസ്കണക്ട് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യുന്നത്.